മായാമയൂരം. രചന, അവതരണം ഋതു. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. മായ ഓർമ്മകളുടെ കയ്പുനീരിൽ ആൽബിയോട് കൂടുതൽ ചേർന്നിരുന്നു. പപ്പ SP ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഒരു സ്ഥലത്ത് കുറേ കാലം ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പല ജില്ലകളിലായി മാറി മാറി പോകും. അമ്മ ടീച്ചറായിരുന്നു. അച്ഛൻ എഫിഷ്യൻ്റായ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് വിട്ടുവീഴ്ചകൾക്കൊന്നും ഒരു സ്ഥാനവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. ജോലിയിൽ വലിയ കണിശതയാണ്. ആ കാരണം കൊണ്ട് അമ്മയ്ക്ക് ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്കൊരു അനിയനാണുള്ളത്, അർജുൻ. അവൻ എന്നേക്കാളും 8 വയസ്സ് ഇളയതായിരുന്നു. ഞാൻ എൻ്റെ മകനെ പോലെ അവനെ നോക്കിയത്. നമ്മുടെ കൂടെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. അച്ഛന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നപ്പോൾ എന്നെ അവിടെയുള്ള സെൻറ് മേരീസ് സ്കൂളിൽ ചേർത്തു. ജോലിയുടെ പ്രഷറൊന്നും ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. മമ്മയോട് മാത്രം എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണാം. അന്ന് ഇതുപോലെയൊന്നുമല്ല. ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. എൻ്റെ ആ സ്വഭാവമാണ് എല്ലാ പ്രശ്നത്തിനും തുടക്കം. പബ്ലിക് എക്സാം ആവാറായിരുന്നു. ആ നശിച്ച ദിവസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഹാൾ ടിക്കറ്റ് വാങ്ങാൻ ഞാൻ സ്കൂളിൽ പോയതായിരുന്നു. ഡെയിലി പപ്പ ഓഫീസിൽ പോകുന്ന വഴി എന്നെ സ്കൂളിൽ വിടുകയായിരുന്നു പതിവ്. എന്നാൽ കുറച്ച് ദിവസങ്ങളിലായി പപ്പ വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചതായി ഞങ്ങൾക്കെല്ലാം തോന്നിയിരുന്നു. മമ്മ ചോദിച്ചപ്പോഴും മറുപടി കൊടുത്തില്ല. ഹാൾ ടിക്കറ്റ് വാങ്ങി ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി. തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. റോഡ് ക്രോസ് ചെയ്ത് വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. ഞാൻ കയ്യിലെ ഹാൾ ടിക്കറ്റ് നോക്കി റോഡ് സൈഡിൽ നിന്നപ്പോൾ ഒരു നിലവിളി ഉയർന്നു. ഞെട്ടിത്തെറിച്ച് റോഡിലേക്ക് നോക്കി. പ്രായമായ ഒരു സ്ത്രീ റോഡരികിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അവരെ ഇടിച്ച ഒരു ഓടി കാർ തൊട്ടു മുന്നിലും. അതിന് പിറകിലായി അതേ നിറത്തിലുള്ള 3 കാറുകൾ വേറെയും. ചുറ്റും കൂടിയ കുറച്ചുപേർ ചേർന്ന് അവരെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ആ കാറിൽ നിന്ന് ആരും പുറത്തേക്ക് വന്നില്ല. ആ സ്ത്രീയിൽ നിന്ന് തെറിച്ച ചോരത്തുള്ളികൾ എൻ്റെ കയ്യിൽ കലർന്നിരുന്നു. അവിടെയുള്ളവർ ആരും ആ കാറിൻ്റെ അടുത്തുകൂടി പോലും പോയില്ല. ആരെങ്കിലും പുറത്തിറങ്ങണ്ടേ? അവരുടെ കാർ ഇടിച്ചല്ലേ ആ സ്ത്രീക്ക് ഈ അവസ്ഥ വന്നത്. എനിക്കാകെ ദേഷ്യം വന്നു. ഒരു പോലീസ് ഓഫീസറാണ് പപ്പ എന്ന ധൈര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് നടന്ന് കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ മുട്ടി. ഒരു പ്രതികരണവും ഇല്ല. ഞാൻ കൂടുതൽ ശക്തിയോടെ ഗ്ലാസ്സിലും ബോണറ്റിലും ഇടിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ട് ചുറ്റുള്ളവരെല്ലാം തറഞ്ഞു നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. പുറകുവശത്തെ ഗ്ലാസ് പകുതി തുറന്നു. ഞാൻ അങ്ങോട്ട് നോക്കി നടന്നു. അതിനകത്തേക്ക് നോക്കി. താനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. ഒരു പാവ സ്ത്രീയെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് കാഴ്ചയും കണ്ടിരിപ്പാണോ? ഞാൻ അകത്തേക്ക് നോക്കി ഒച്ചയിട്ടു. കാറിൻ്റെ ബാക്ക് ഡോർ ഒരു നിമിഷം തുറന്നു വന്നപ്പോൾ എല്ലാ കാറിൽ നിന്നും കുറേ പേർ ചാടി പുറത്തേക്കിറങ്ങി. ബാക്ക് ഡോർ തുറന്ന് ഒരു ചെറുപ്പക്കാരനായിരുന്നു. കൂടിയാൽ 18 വയസ്സ് പ്രായം കാണും. കറുത്ത ഒരു ഓവർകോട്ട് ഇട്ടിട്ടുണ്ട്. മുഖത്ത് കറുത്ത മാസ്കും തലയിലൊരു തൊപ്പിയും. അന്നാണ് ഞാൻ ആദ്യമായി പൂച്ചക്കണ്ണുകൾ കാണുന്നത്. എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത്. സത്യത്തിൽ ഞാൻ പതറിപ്പോയി. അപ്പോഴേക്കും റോഡിനടുത്തുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ടേക്കോ മാറിപ്പോയിരുന്നു. അവൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഞാൻ അവിടെ തന്നെ നിന്നു. വാട്ട്സ് എ പ്രോബ്ലം? അതൊരു വല്ലാത്ത ശബ്ദമായിരുന്നു. ആ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണവും തെറ്റി. തനിക്ക് എന്താണ്? കണ്ണ് കണ്ടൂടെ? ഇത് സീബ്ര ക്രോസ് ലൈനാ. അടുത്ത് സ്കൂളും ഉണ്ട്. എന്നിട്ട് ഇത്രയും സ്പീഡിൽ വന്ന് ഒരാളെ ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലാനാക്കിയതും പോരാഞ്ഞ് എന്താ പ്രശ്നം എന്നോ? താൻ എവിടുന്ന് കുറ്റിയും പറിച്ചു വരുവാ? ഞാൻ അയാളുടെ നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു. അവൻ്റെ കൂടെ നിന്ന ഒരാൾ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ അവൻ കൈ ഉയർത്തി തടഞ്ഞു. അടുത്തേക്ക് നടന്നു വന്നു. മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ശരീരമാണെന്ന് തോന്നി. അത്യാവശ്യം ഹൈറ്റുള്ള ഒരു 18 വയസ്സുകാരൻ. അവിടെയുള്ളവരെല്ലാം ഇവനെയാണല്ലോ പേടിക്കുന്നത് എന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നി. അവൻ എൻ്റെ അടുത്ത് വന്ന് പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത്
കയ്യിൽ വെച്ച് തന്നു. ഇതുകൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഇവിടെ നടന്നിട്ടുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? ആ വാക്കുകൾ കേട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിച്ചു. താൻ ആരാണെന്ന വിചാരം? അല്പം പോലും മനസാക്ഷിയില്ലേ? എല്ലാറ്റിനും ഈ പണം മാത്രം മതിയോ? അവർക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഈ പണം കൊണ്ട് വീട്ടാൻ കഴിയോ? അയാൾ കയ്യിൽ വെച്ച് തന്ന നോട്ടുകൾ ചുരുട്ടിപ്പിടിച്ച് അയാളുടെ തന്നെ നെഞ്ചിലായി ഞാൻ അമർത്തി വെച്ചു. തന്നെ കൊണ്ട് ഇതിനൊക്കെ ഞാൻ സമാധാനം പറയിപ്പിക്കും, നോക്കിക്കോ. അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് വീട്ടിലേക്ക് വന്നു. ആ ദിവസം മുഴുവൻ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. ആ സ്ത്രീയുടെ പിടച്ചിലും അവരിൽ നിന്ന് തെറിച്ച ചോരയും എൻ്റെ മനസ്സമാധാനം കളഞ്ഞു. നടന്ന കാര്യമെല്ലാം പപ്പയെ വിളിച്ചറിയിച്ചു. അപ്പോൾ തന്നെ പപ്പ അന്വേഷിച്ചു. ആ സ്ത്രീ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരിച്ചു പോയിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. കുറച്ച് ദിവസം എനിക്ക് ശരിക്കും ഉറങ്ങാനേ കഴിഞ്ഞില്ല. പരീക്ഷയുടെ ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ അതൊക്കെ മറന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ആ പൂച്ചക്കണ്ണുകൾ ഉറക്കത്തിൽ വന്നെന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. പബ്ലിക് എക്സാം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ. വലിയ ആഘോഷമൊന്നും ഉണ്ടാവാറില്ലെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും രാത്രി കേക്ക് മുറിക്കാൻ പപ്പയും അമ്മയും അജുവും മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാകും. പരീക്ഷ കഴിഞ്ഞതിൻ്റെ അന്ന് ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു വീട്ടിലെത്തിയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പപ്പ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി. എന്തു പറ്റി പപ്പ? ഇന്ന് പോയില്ലേ? എന്താ ഒരു ടെൻഷൻ? ഞാൻ പപ്പയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, മോൾക്കറിയില്ലേ പപ്പയുടെ ജോലിയെപ്പറ്റി, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അല്ല, എക്സാം കഴിഞ്ഞില്ലേ? സമാധാനമായി കാണുമല്ലോ. നാളെ രാത്രി എൻ്റെ മോൾക്ക് പപ്പയുടെ വക ഒരു കിടിലൻ ഗിഫ്റ്റുണ്ട്. അത് കേട്ടതും എൻ്റെ കണ്ണൊന്ന് തെളിഞ്ഞു. ഞാൻ പപ്പയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. മോള് പോയി കുളിച്ചിട്ട് വാ, ഈ ക്ഷീണമൊക്കെ മാറട്ടെ. ഞാൻ വളരെയധികം സന്തോഷത്തോടെ മുറിയിലേക്ക് പോയി. 2 മാസം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഓർത്ത് ഞാൻ റെഡിയായി പുറത്തേക്ക് വന്നപ്പോഴാണ് താഴെ ഒരു ബഹളം കേട്ടത്. പപ്പ ആരോടൊക്കെയോ നിന്ന് തർക്കിക്കുകയാണ്. ഏതോ കേസിൻ്റെ കാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് മുകളിൽ തന്നെ നിന്നു. എനിക്കാരെയും മനസ്സിലായിരുന്നില്ല. പെട്ടെന്നാണ് സോഫയിലിരുന്ന ചെറുപ്പക്കാരനെ കണ്ടത്. കറുത്ത ഓവർകോട്ടും കറുത്ത മാസ്കും ധരിച്ച് ഒരു ക്യാപ്പും ഇട്ട് കാലിൽ കാൽ കയറ്റി വച്ചിരിക്കുന്നു. എവിടെയോ കണ്ടു മറന്ന ഓർമ്മയിൽ താഴേക്ക് ചെന്നപ്പോൾ ഞാൻ തറഞ്ഞു നിന്നുപോയി. അതേ പൂച്ചക്കണ്ണുകൾ. അതൊരു നിമിഷം എന്നിലേക്ക് നീണ്ടു. ആ മുഖത്തെ ഭാവം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാനാകുന്നുണ്ടായിരുന്നില്ല. എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. FIR ഇട്ട കേസാണ്. ആ കണ്ടെയ്നറിൽ എന്താണെന്ന് പരിശോധിക്കാതെ അത് വിട്ടു നൽകാനും കഴിയില്ല. യു മേ ഗോ, പപ്പ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ നോട്ടം മുഴുവൻ എൻ്റെ നേർക്കായിരുന്നു. അത് പപ്പ കാണുകയും ചെയ്തു. മോളെ, അകത്തേക്ക് പോ. പപ്പ എൻ്റെ കൈ പിടിച്ച് സ്റ്റെയറിനടുത്തേക്ക് നടത്തി. കണ്ണൊന്നി ചിമ്മി തുറക്കുന്നതിന് മുമ്പ് അവൻ ഓടി വന്ന് പപ്പയെ ചുമരിനോട് ചേർത്ത് പിടിച്ചിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി വന്നു. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ കൈ പപ്പയുടെ കഴുത്തിൽ അമർന്നിരുന്നു. എന്നാൽ ആ നോട്ടം മുഴുവൻ എൻ്റെ നേർക്കായിരുന്നു. അത് കണ്ട് ശ്വാസം പോലും വിറച്ചു. പപ്പയ്ക്ക് നേരെ ഒരാളും ചെറുവിരൽ അനക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിരുന്നില്ല. വിശ്വസിക്കാനാകാതെ തറഞ്ഞു നിന്നുപോയി. പെട്ടെന്ന് വന്ന ദേഷ്യത്തിലും സങ്കടത്തിലും അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവൻ്റെ തലയിൽ ഞാൻ സകല ശക്തിയും എടുത്തടിച്ചു. വിടടാ എൻ്റെ പപ്പയെ. ഉറക്കെ അലറിയപ്പോൾ അവൻ്റെ കൈ അയഞ്ഞു വന്നു. നെറ്റിയിലൂടെ ഒലിക്കുന്ന ചോരയുമായി അവൻ എൻ്റെ മുന്നിൽ വന്നു നിന്നു. പപ്പയെ അപ്പോഴേക്കും അവൻ്റെ ആൾക്കാർ പിടിച്ചു വച്ചിരുന്നു. എൻ്റെ മോളെ തൊട്ട നിന്നെ കൊന്നുകളയും ഞാൻ. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. അവൻ കുറേ നേരം എൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു, കണ്ണിമ പൂട്ടാതെ. എനിക്കവിടെ നിന്ന് ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരു കാറ്റ് പോലെ അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. പിറകെ കൂടെയുള്ളവരും. പപ്പ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും പപ്പ വല്ലാതെ ഭയപ്പെട്ടതായി എനിക്ക് മനസ്സിലായി. വീട്ടിലപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. മമ്മ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൊണ്ട് അമ്പലത്തിൽ പോയിരുന്നു, അജു സ്കൂളിലും.
അവിടെ നടന്ന കാര്യം വേറെ ആരും അറിയരുതെന്ന് പപ്പ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഫ്ലോറെല്ലാം വൃത്തിയാക്കി. എൻ്റെ പിറന്നാൾ ദിവസം എത്തി. എങ്കിലും മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ കൊണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പപ്പയ്ക്ക് എൻ്റെ മുഖഭാവം മാറിയത് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പേടിക്കണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. രാത്രിയിലായിരുന്നു കേക്ക് മുറിയൊക്കെ. ഏതാണ്ട് 10 മണിയാകാറായപ്പോൾ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ച ഹാളിലേക്ക് എല്ലാവരും പോയി. അജുവിനായിരുന്നു ഏറെ സന്തോഷം. അവൻ എൻ്റെ കയ്യിൽ തന്നെ തൂങ്ങി നടന്നു. ഞാൻ പപ്പ വാങ്ങിത്തന്ന ലൈറ്റ് ഗ്രീൻ കളർ ഗൗൺ ഒക്കെ ഇട്ട് കേക്ക് മുറിക്കാൻ തയ്യാറായി നിന്നു. പെട്ടെന്നാണ് വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓഫായത്. എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. സാധാരണ അങ്ങനെ പതിവില്ലാത്തതാണ്. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ചൂളം വിളി ഉയർന്നു. അത് പതിയെ അടുത്തേക്ക് വരുന്നതായി എനിക്ക് തോന്നി. ഒരു ലൈറ്ററിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. ആ വെളിച്ചത്തിൽ എന്നെ തന്നെ തുറിച്ചു നോക്കുന്ന പൂച്ചക്കണ്ണുകളെ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. മായ ഒരു നിമിഷം പറയുന്നത് നിർത്തി. ആൽബിയുടെ നെഞ്ചിലേക്ക് മുഖം കൂടുതൽ അടുപ്പിച്ചു. അവളുടെ ശരീരം ആകെ തണുക്കുന്നതായി അവന് തോന്നി. 2 കൈകൊണ്ടും അവളെ വരിഞ്ഞു ചേർത്ത് പിടിച്ചു. നെഞ്ചിലായി പടരുന്ന കണ്ണീരിൻ്റെ ചൂടറിഞ്ഞു. അവൻ്റെ കണ്ണുകൾ പിടഞ്ഞു. നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു. പോട്ടടാ, പറയാൻ വയ്യെങ്കിൽ വേണ്ട. അതൊന്നും ഇനി ഓർക്കണ്ട. അവൻ അവളുടെ മൂർധാവിൽ പലതവണ ചുംബിച്ചു. അവൾ ഇല്ലെന്ന് തല ചലിപ്പിച്ചു. മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കത് ഇച്ഛായനോടെങ്കിലും പറയണം, ഇല്ലെങ്കിൽ വീണ്ടും ഭ്രാന്ത് പിടിച്ചു പോകും. അവളുടെ ശബ്ദം ഇടറിയിരുന്നെങ്കിലും വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. മായ വീണ്ടും ഓർമ്മകളിലേക്ക് ഇറങ്ങിപ്പോയി.